പുലർച്ചെ 4:30 മണിക്ക് അത്തായം കഴിക്കാൻ കിച്ചണിലേക്ക് ചെന്നപ്പോൾ അവിടെ ചൂടുള്ള നല്ല ഭക്ഷണമുണ്ട്. 4:45 തീൻമേശയിൽ ചൂടുള്ള ഭക്ഷണം ഒരുങ്ങണമെങ്കിൽ നമ്മുടെ ഭാര്യയോ ഉമ്മയോ എത്രയോ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. വൈകുന്നേരം 6:30 മണിക്ക് മനോഹരമായ നോമ്പുതുറ വിഭവങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. മണിക്കൂറുകളുടെ കഠിനാധ്വാനമാണ്. രാത്രിയിലെ ഭക്ഷണവും ഇടയത്തായവും മുത്തായവും എല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് അവസാനം പോയതും നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയുമാണ്. ആദ്യം അടുക്കളയിലേക്ക് എഴുന്നേറ്റ് വന്നതും അവരാണ്. ഇത്രയും കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഒരു നല്ല വാക്ക്, അഭിനന്ദനം, അവരുടെ ഭക്ഷണത്തെ പറ്റി നല്ല വാക്ക് പറയൽ, ജോലികളിൽ സമയമുള്ളപ്പോ ഒഴിവുള്ളപ്പോ ഒന്ന് സഹായിച്ചു കൊടുക്കൽ, ഇങ്ങനെ വീട്ടുകാരെ വളരെയധികം ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് പരിശുദ്ധമായ റമദാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന വളരെ മനോഹരമായ വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുപണികളിലൊക്കെ എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. ഇനി ഒരു നിലക്കും വീട്ടുജോലിയിൽ സഹായം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും നല്ല വാക്കുകൊണ്ട്, പ്രതീക്ഷാ നിർഭരമായ വാക്കുകളെ കൊണ്ടെങ്കിലും ആശ്വാസം പകരാൻ ശ്രമിക്കണം. അത് പരിശുദ്ധ റമദാനിൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ വളരെ പ്രസിദ്ധമായൊരു വാക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നന്മകൾ ചെയ്യാൻ അവൻ അവസരമൊരുക്കുന്നത്. വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട സമയങ്ങളിൽ ഒരാൾക്ക് തെറ്റ് സംഭവിക്കുന്നുവെങ്കിൽ, ഒരാൾ ഒരുപാട് തിന്മകളുടെ പുറകെ നടക്കുന്നുവെങ്കിൽ അവനെ അല്ലാഹു വെറുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സമയമാണ് പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ. പരിശുദ്ധ റമദാനിലും തെറ്റുകളിലേക്ക് പോകാൻ, തിന്മകളിലേക്ക് പോകാൻ, ഹറാമിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് നമ്മളോട് വെറുപ്പുണ്ട് എന്നതിന് ഉദാഹരണമാണ്. ഉടനെ തന്നെ നല്ല നല്ല സമയങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്.